സീസർ വന്നു. കുഞ്ഞാപ്പു ഞാനാണ് സാർ. എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പു വിശേഷങ്ങൾ? ഇരിക്കടോ. വേണ്ട സാർ, എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട, പിന്നെ ഫാമിലി ഇറങ്ങണം, എന്നാലേ ലോങ് റൺ കിട്ടും. സാറേ, ഞങ്ങൾ ഫാൻസുകാർ പറയാണെന്ന് വിചാരിക്കണ്ട, സെക്കൻഡ് ഹാഫിൽ ഒരു 4 സീനുണ്ട്. അറിഞ്ഞു പിടിച്ചിരിക്കല്ലയോ മമ്മൂട്ടി സാറ്. ആ മലപ്പുറം പത്മയിൽ ഇപ്പൊ ഏത് പടാ കളിക്കുന്നേ? വല്ല തമിഴ് പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും അല്ലേ? പിന്നല്ലാണ്ട്. ആക്ച്വലി അവിടെ കളിക്കുന്ന പടം ഹോൾഡ് ഓവർ ആയി. 3 ദിവസമായി ഹോൾഡ് ഓവർ ആയിട്ട്. ദൈവത്തിനാണ് സത്യം. അയ്യോ, ദൈവം പോലും തന്നോട് ക്ഷമിക്കത്തില്ല സാറേ. കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് കഥാപ്രാധാന്യമുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്. സാറിനറിയോ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. 9 മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. സദാശിവ ചേട്ടാ വിളിക്കുന്നു, ഞങ്ങളുടെ ആളാണ്. ഇവന്മാരുടെ ചാർജ് ഷീറ്റ് എഴുതിയോ? സാറ് വന്നിട്ടുണ്ടാക്കാൻ ഇവന്മാരാരെ ഇവിടുത്തെ സംബന്ധക്കാരാ? തൂക്കിയെടുത്ത് തെല്ലി കേട്ടോ എല്ലാത്തിനും. ജീപ്പ് ചേസ് ചെയ്ത് ഫിലിം വെട്ടി പിടിക്കാൻ നീയൊക്കെ ആരടാ? ജെയിംസ് കൊണ്ടുകളോ? അതൊക്കെ സിനിമയില്. ഒരെണ്ണത്തിനും ഞാൻ വെറുതെ വിടില്ല. അഴിയണ്ണി കിടക്കും. 1-2 മാസമല്ല, കുറഞ്ഞത് 3 വർഷങ്ങൾ നീയൊക്കെ അകത്ത് കിടന്നാലേ പഠിക്കൂ. സെക്ഷൻ 141 307 379 ചാർജ് ഷീറ്റ് എഴുതിക്കോ. ഒരുത്തനും ഒരു നിലയ്ക്കും ജാമ്യം കിട്ടരുത്. ശരി സാർ. ഹലോ, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ. നമസ്കാരം സാർ, ഞാൻ മമ്മൂട്ടിയാണ്. ഏത് മമ്മൂട്ടി? സിനിമയിൽ അഭിനയിക്കുന്ന മമ്മൂട്ടി. ആക്ടർ മമ്മൂട്ടി? അതെ, ഞാനിപ്പോ ഊട്ടിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. പറയൂ സാർ. നമ്മുടെ ഫാൻസ് പ്രവർത്തകർ പിള്ളേർ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാം. അവർ കാണിച്ചത് തെറ്റാണ്, പക്ഷേ അതെ സാർ, മലപ്പുറം പത്മ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഫിലിം പെട്ടി ഹൈവേയിലിട്ട് തട്ടിക്കൊണ്ടുപോയി. സാർ അവരൊന്ന് വിരട്ടി വിട്ടാൽ മതി, ഒന്നും ചെയ്യരുത്. ഞാൻ വേണമെങ്കിൽ മിനിസ്റ്റർ കൊണ്ട് പറയിപ്പിക്കും. അയ്യോ വേണ്ട സാർ, വേണ്ട, ഞാൻ വിട്ടേക്കാം. താങ്ക് യു സാർ. വെൽക്കം. ഇവരൊക്കെ പറഞ്ഞ പിന്നെ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പക്ഷെ ഇവന്മാര് വിടുകയെന്ന് പറഞ്ഞ സദാശിവൻ. നേരെ 9:30 കഴിഞ്ഞല്ലോ. ഈ കുഞ്ഞാപ്പൂനെ കാണുന്നില്ല. ശരിയാണല്ല. ഈശ്വര, ഇന്ന് സ്കൂളിൽ ബെല്ലടിക്കും. നിങ്ങളിത് ആരെ നോക്കിക്കാ? കുഞ്ഞാപ്പൂന്ന് വരും തോന്നില്ല. എന്തുപറ്റി? അറിഞ്ഞില്ലേ, കുഞ്ഞാപ്പൂനെ ഇന്നലെ പോലീസ് പിടിച്ചു. അതോ എന്തിന്? മലപ്പുറത്ത് ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയിന്. എന്താ തീപ്പെട്ടിയോ? തീപ്പെട്ടി അല്ലേ ചേച്ചി, ഫിലിം പെട്ടി. നമ്മുടെ സിനിമ ടാക്കീസ് കളിക്കുന്ന ഫിലിം പെട്ടി. എന്റെ പഠിച്ചോനെ. എന്നിട്ട് എന്നിട്ട് എന്താകാനാ, ജയിലിലാന്നാ കേട്ടത്. ജാമ്യം കിട്ടിയ ഭാഗ്യം.